ഹായ് ഹലോ ഓൾ, HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 5ാമത്തെ യൂണിറ്റായ ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേഷൻ കണക്റ്റിംഗ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെല്ലാം ഏതെല്ലാമാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്നുള്ളത് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആ പറഞ്ഞ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് അവർക്ക് പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ ആരുടെയൊക്കെ റിലേഷൻ ആണ് ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ യങ്സ് മോഡുലസ് വൈ, യങ്സ് മോഡുലസ് വൈ, ബൾക്ക് മോഡുലസ് കെ ആൻഡ് പോയ്സൺസ് റേഷ്യോ. ഇവർ മൂന്ന് പേരും പരസ്പരമുള്ള റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആദ്യം ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് പോയ്സൺസ് റേഷ്യോ. ഇതെന്തൊക്കെയാണെന്ന് അറിയാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ തൊട്ട് മുന്നേയുള്ള ക്ലാസ് എന്ത് ചെയ്യുക, മറക്കാതെ കാണുക. നമ്മുടെ ലെക്ചർ നമ്പർ 2 യങ്സ് മോഡൽസ് എന്നാൽ എന്ത്, ബൾക്ക് മോഡൽസ് എന്നാൽ എന്ത് എന്നൊക്കെ പറയുന്ന ക്ലാസ് ഉണ്ടായിരുന്നു. അത് മറക്കാതെ എന്ത് ചെയ്യുക, കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക. ഓക്കെ അല്ലേ? സോ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബ്, ഞാൻ ക്യൂബിന് പേര് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് എ, ഈ സൈഡ് എ, ഈ സൈഡ് ബി, ഈ സൈഡ് സി, ഈ സൈഡ് ഡി, ഈ സൈഡ് എഫ്, സോറി ഈ സൈഡ് ഇ, ഈ സൈഡ് എഫ്, ഇത് ജി, ഇത് എച്ച്. സോ നമുക്ക് എന്ത് കിട്ടി, ഒരു ക്യൂബ് കിട്ടി. ക്യൂബിന്റെ പേര് പറയാം, എ ബി സി ഡി ഇ എഫ് ജി എച്ച്. അപ്പൊ എഴുതാമല്ലോ. നമുക്ക് എന്താ എഴുതാം, ലെറ്റ്, കളർ മാറ്റി പറയാം, ലെറ്റ് എ ബി സി ഡി, എ ബി സി ഡി ഇ എഫ് ജി എച്ച്, ഇ എഫ് ജി എച്ച് represent a cube of unit side. അതിന്റെ ഓരോ സൈഡും യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് സൈഡ്. Let us consider a force. Let us consider a force. A force F acts normally and uniformly on each of its 6 faces. ഞാൻ അത് എന്താണെന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഫർദർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പൊ എന്താണ് ഫോഴ്സ് നോക്കാം. ഇവിടെ ഇപ്പൊ എത്ര ഫേസ് ഉണ്ട്, 6 ഫേസ് ഉണ്ട്. ഒരു ക്യൂബിനാകെ 6 ഫേസ് ആണ് ഉള്ളത്. ആ 6 ഫേസിലെ ഓരോ ഫേസിൽ നിന്നും ഔട്ട്വേർഡ്സ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. നോർമൽ ഫോഴ്സാ, പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഫേസ് അല്ലേ, ടോപ്പ്, ഈ ബോക്സിന്റെ ടോപ്പ് അല്ലേ, അല്ലെങ്കിൽ ലിഡ് പോലെ ഇരിക്കുന്ന ഈ ഫേസ്, അവിടെ കൂടെ ഒരു ഫോഴ്സ് പോകുന്നുണ്ട്. അത് ഇങ്ങനെ ഇവിടുന്ന് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ലേ പോകത്തുള്ളൂ. സോ ഔട്ട്വേർഡ് ഫോഴ്സ് എഫ്. ഇനി ഇവിടുന്ന് നോക്കാം, ഇവിടുന്ന് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലെ, ഈ ഫേസിൽ നിന്ന് എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഫേസിൽ നിന്ന്, അത് ഔട്ട്വേർഡ് ഫോഴ്സാ എഫ്. ഇനി ഇവിടെ ബി എഫ് ജി സി എന്ന് പറയുന്ന ഈ ഫേസിൽ നിന്ന് ഔട്ട്വേർഡ്സ് പോകും അല്ലെ. ഇനി ഡി എച്ച് ജി സി എന്ന് പറയുന്ന താഴേക്കുള്ള ഈ ഫേസിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് പോകും. ഇനി ഏതൊക്കെയാ ഉള്ളത്, ഇനി ഇവിടെ നിന്ന് ഈ സൈഡ് ഇപ്പൊ എ ഇ എച്ച് ഡി എന്ന് പറയുന്ന ഈ ഫേസിൽ നിന്ന് ഒരെണ്ണം പുറത്തോട്ട് പോകും. ഇനി ഒന്നും വേണ്ടല്ലോ, ഇ എച്ച് ജി എഫ് എന്ന് പറയുന്ന ബാക്ക് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ്. അപ്പൊ 6 ഫേസ് ഉള്ളത്, ഈ 6 ഫേസിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഔട്ട്വേർഡ്സിലോട്ട് പോകും. ഇത് 3D ഫിഗർ ആയതുകൊണ്ടാണ് എനിക്ക് നേരെ വരയ്ക്കാൻ പറ്റാത്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ ക്യൂബിന് എത്ര ഫേസ് ഉണ്ടോ, 6 ഫേസ് ഉണ്ടല്ലോ, 6 ഫേസ് ഉണ്ടല്ലോ, ഈ 6 ഫേസിൽ നിന്നും ഒരു ഫോഴ്സ് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും, നോർമൽ ആയിട്ട് ഔട്ട്വേർഡ്സ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ് us consider a force F acts normally and uniformly on each of its 6 faces. Each of its 6 faces in the outward direction. Okay അല്ലേ?
ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഓരോ ഫേസിനും ഒരു യൂണിറ്റ് ഏരിയ കാണത്തില്ലേ? അതായത് ഇപ്പം ഞാൻ ഈ ഫേസ് എടുത്തു, ABCD എന്ന് പറയുന്ന ഈ ഒരു ഫേസ് എടുത്തു. ഈ ഫേസിന്റെ ഏരിയ തന്നെ ആയിരിക്കത്തില്ല ഈ പറയുന്ന AEFBക്കും. കാരണം ഇതെന്താ, ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? 6 സ്ക്വയറുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സോളിഡ് ഫിഗറല്ലേ ക്യൂബ് എന്ന് പറയുന്നത്. 6 സ്ക്വയേഴ്സ് അല്ലേ? സോ ഇതിന്റെ ഓരോന്നിന്റെയും ഏരിയ യൂണിറ്റ് അല്ലേ, സെയിം ആയിരിക്കത്തില്ലേ? ആ യൂണിറ്റ് ഏരിയയിൽ നിന്നാണല്ലോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ? ഓരോ യൂണിറ്റ് ഏരിയയിൽ നിന്നല്ലേ ഈ ഫോഴ്സ് ഉണ്ടാവുന്നത്. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇവിടെ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? നമ്മൾ എന്താ പഠിച്ചേ? ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുക. സ്ട്രെസ് ആണോ അല്ലേ? സോ സിൻസ് each force F is acting on unit area, these forces are representing stress. എന്തുകൊണ്ടാണ് സ്ട്രെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ബിക്കോസ് സ്ട്രെസ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ അല്ല? ഇതെല്ലാം ഓരോ യൂണിറ്റ് ഏരിയ ആണ്. ആ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ഇത്? That is, since each force F is acting on unit area, that is, these forces representing stresses. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും വായിച്ചു നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഒരു സ്പോഞ്ച് ആണെന്ന് വിചാരിക്കൂ. ക്യൂബ് ഷേപ്പിലുള്ള സ്പോഞ്ച് കേട്ടില്ലേ? സ്പോഞ്ച് കണ്ടിട്ടില്ലേ? ക്യൂബിക്കൽ ഷേപ്പിലുള്ള സ്പോഞ്ച് നമുക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും. സ്മൈലി ബോൾ പോലെ ഇരിക്കുന്നത്. സ്മൈലി ബോളിന്റെ അതേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കൂ. ആ ക്യൂബിന് എല്ലാ ഫേസിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുക? ഒരു ഫോഴ്സ് ഔട്ട്വേർഡ്സ് കൊടുക്കുവാണ്. എല്ലാ ഫേസിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ഈക്വൽ ആയിട്ടുള്ള എല്ലാ ഫേസിൽ നിന്നും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. വിച്ച് മീൻസ് അത് എലോങ്ങേറ്റ് ചെയ്യത്തില്ലേ? പുറത്തേക്കല്ലേ ഫോഴ്സ് ചെയ്യുന്നത്? എലോങ്ങേഷനും സംഭവിക്കും, അതിനോടൊപ്പം അവിടെ കോൺട്രാക്ഷനും സംഭവിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഈ ഏതെങ്കിലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഡസ്റ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ആയിരിക്കും. അങ്ങനെ ഒരു സ്പോഞ്ച് കൈ എടുത്തിട്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തുനിന്നും ഒരുപോലെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു നോക്കിക്കേ. അതെന്ത് ചെയ്യും? അതിങ്ങനെ എലോങ്ങേറ്റും ചെയ്യും, അതേസമയം കോൺട്രാക്ഷനും സംഭവിക്കും. കേട്ടോ? എനിക്കിത് ഇവിടെ കാണിച്ചു തരാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ബട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുള്ളേ ഉള്ളൂ. ഇതൊരു ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കും. അതാണ് ഞാൻ എന്ത് പറഞ്ഞത്, സ്പോഞ്ചിനെ പറ്റി പറഞ്ഞത്. ഈ സ്പോഞ്ചിന്റെ 6 ഫേസിൽ നിന്നും ഒരേ ഫോഴ്സ് ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക മീൻസ് അതെന്ത് ചെയ്യും? എലോങ്ങേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ ഒന്ന് എലോങ്ങേറ്റ് ചെയ്യും, നീളം കൂടും. ഈ നീളം കൂടുന്നതനുസരിച്ച് അതിന്റെ ഓരോ പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ എൻഡിൽ നിന്നും അതെന്ത് ചെയ്യും? അത് കോൺട്രാക്റ്റും ചെയ്യും, എലോങ്ങേറ്റും ചെയ്യും. അപ്പോൾ ഈ 6 ഫേസിൽ നിന്ന് ഒരു ഫോഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ അറ്റ് എ ടൈം എന്തൊക്കെ സംഭവിക്കും? സൈമൾട്ടേനിയസ് ആയിട്ട് ഇതിന് എലോങ്ങേഷനും സംഭവിക്കും, ഇതിനെന്ത് സംഭവിക്കും? ഒരു കോൺട്രാക്ഷനും സംഭവിക്കും. ഇഫ് അത് ഞാൻ എഴുതാൻ വേണ്ടി പോവാ. If alpha is the increase per unit length per unit tension. What is tension? നമ്മൾ ഈ പുറത്തേക്ക് എടുക്കുന്ന ഫോഴ്സ് തന്നെയാണ് കേട്ടോ ടെൻഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് ടെൻഷൻ along the direction of the force. നമ്മൾ എങ്ങോട്ടേക്കാണോ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? Then the elongation produced in each of the phase ഒരു ഫേസ് അല്ല, ഈച്ച് ഓഫ് ദ എഡ്ജ് അല്ലേ പറയണ്ടേ? ഫേസിനേക്കാൾ നമുക്ക് പറയേണ്ടത് എഡ്ജിനാ പറയണ്ടേ. ഈച്ച് ഓഫ് ദ എഡ്ജിലാണ് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ എലോങ്ങേഷൻ. ഈച്ച് ഓഫ് ദ എഡ്ജ് മീൻസ് ദിസ്, ഈ ഓരോ സൈഡാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് എഡ്ജ്. ഈച്ച് ഓഫ് ദി എഡ്ജ് നെയിമിലി ഏതൊക്കെ എഡ്ജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്?
എഡ്ജ് നെയിംലി AB പറയാം, BF പറയാം ആൻഡ് BC പറയാം. അത് എത്രയായിരിക്കും? If alpha is the increase per unit length per unit tension along the direction of force, then the elongation produced in each of the edge namely AB, BF, FC എന്ന് പറഞ്ഞാൽ എന്താ? elongation എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അല്ലേ? വാട്ട് ഈസ് വർക്ക് ഡൺ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? F അല്ലേ? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. ദാറ്റ് ഈസ് അവിടുത്തെ elongation എത്രയായിരിക്കും? ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്പ്ലേസ്മെന്റ് ആ ഉണ്ടായേ? ആൽഫ ഡിസ്പ്ലേസ്മെന്റ് ആ ഉണ്ടായേ. ദാറ്റ് ഈസ് F ഡോട്ട് ആൽഫ അല്ലെങ്കിൽ F ആൽഫ. ക്ലിയർ അല്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ 6 ഫേസ് ഉണ്ട്. 6 ഫേസിലും ഒരേപോലൊരു ഫോഴ്സ് ഇങ്ങനെ യൂണിഫോം ഏരിയ, ഓരോന്നിന്റെ ഏരിയ സെയിം ആണ്. ഈ 6 ഫേസിന്റെയും ഏരിയ സെയിം ആണ്. കാരണം എന്താ? ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. കാരണം എന്താ? ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്വയറും ഉണ്ടാ. സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വലാ. അപ്പൊ നമുക്ക് ഇതിൽ ഇക്വാലിറ്റി ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ പറയുന്ന ഓരോ ഫേസിലും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോർമലി ഔട്ട്വേർഡ്സ് ആണല്ലോ. അങ്ങനെ ആൽഫ എന്ന് പറയുന്ന ഒരു എലോങ്ങേഷൻ ഉണ്ടാവും. ഓരോ എഡ്ജിനും എന്ത് സംഭവിക്കും? ആൽഫ എന്ന് പറയുന്ന ഒരു എലോങ്ങേഷൻ ഉണ്ടാവും. ഫോഴ്സ് അവിടെ F ആണ്, അല്ലെങ്കിൽ ടെൻഷൻ അവിടെ F ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു അവിടെ ഉണ്ടായ എലോങ്ങേഷൻ ആൽഫ. ക്ലിയർ അല്ലേ? ഇനി ഇതേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് എന്തുണ്ടാവും? എലോങ്ങേഷൻ മാത്രമല്ല കോൺട്രാക്ഷനും ഉണ്ടാവും. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അടുത്ത് മെൻഷൻ ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കൂ. കുറച്ച് ക്ലാരിഫൈ ചെയ്യാൻ കുറച്ച് ഡൗട്ട് ആയിരിക്കും. ബട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറഞ്ഞു എലോങ്ങേഷനോടൊപ്പം എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കോൺട്രാക്ഷനും സംഭവിക്കും. ദാറ്റ് ഈസ് ഇഫ് ബീറ്റ ഈസ് ദ കോൺട്രാക്ഷൻ. Beta is the contradiction അല്ല, contraction. I'm sorry. Contraction produced perpendicular അല്ലെങ്കിൽ produced per unit length per unit stress കാരണം ഉണ്ടാവുന്ന ഇതല്ല. ഓരോ ലെങ്തിനും, ആ ക്യൂബിന്റെ ഓരോ ലെങ്തിനും സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാണ്. ഏതാണ്? എലോങ്ങേഷൻ പോലെ തന്നെ സംഭവിക്കുന്നതാണ് എന്തോന്ന്? ഇവിടുത്തെ കോൺട്രാക്ഷൻ. പെർ യൂണിറ്റ് സ്ട്രെസ് perpendicular to the edges. ഏതൊക്കെ എഡ്ജാ ഉള്ളത്? AB, നേരത്തെ പറഞ്ഞ പോലെ തന്നെ AB ഉണ്ട്, BF ഉണ്ട് ആൻഡ് BC. എത്ര ആയിരിക്കും? ഇവിടെയും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. ഇവിടുത്തെ ഫോഴ്സും F തന്നെ. ഇവിടെ ഉണ്ടാവുന്ന കോൺട്രാക്ഷൻ ബീറ്റ അല്ലേ? ദാറ്റ് ഈസ് F ഡോട്ട് ബീറ്റ. നേരത്തെ എലോങ്ങേഷൻ F ഡോട്ട് ആൽഫ ആണെങ്കിൽ ഇവിടെ F ഡോട്ട് ബീറ്റ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈസി അല്ലേ? ഞാൻ ഇനി ഓരോ സൈഡായിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഫസ്റ്റ് സൈഡ് നമുക്ക് ഇനി AB എടുക്കാം. ABയിൽ എന്ത് സംഭവിക്കും നോക്കാം. അതായത് ഈ പറഞ്ഞ ഈ കോൺട്രാക്ഷനും എലോങ്ങേഷനും എല്ലാം കാരണം ABക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ഈ AB എന്ന് പറയുന്ന ഈ സൈഡ് ഞാൻ എടുത്തേ. AB എന്ന് പറയുന്ന ഒരു സൈഡിന്റെ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ സൈഡിനും. കാരണം എന്താ? ഇതൊരു ക്യൂബാ അല്ലേ? ഉറപ്പായിട്ടുമാണ്. സോ അപ്പൊ ഞാൻ ഈ AB എന്ന് പറയുന്ന ഈ ഒറ്റ സൈഡ് എടുത്തു. ഈ സൈഡിൽ എന്തായാലും എന്ത് സംഭവിക്കും? ഒരു എലോങ്ങേഷൻ സംഭവിക്കും. ഞാൻ ആ AB എഴുതുവാണ്. ദാറ്റ് ഈസ് AB ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് സംഭവിക്കും? ഒരു എലോങ്ങേഷൻ സംഭവിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ 2 pairs ഓഫ് ടെൻസൈൽ സ്ട്രെസ് വരും. ഇപ്പൊ ഞാൻ AB എടുക്കുവാണെങ്കിൽ ABക്ക് താഴോട്ടും ഒരു പെയർ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു പെയർ പറയാം. അപ്പൊ 2 പെയർ ടെൻസൈൽ സ്ട്രെസ് അവിടെ എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. വിച്ച് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 1 പ്ലസ് F ആൽഫ. ഇതെന്ത് കാരണം ഉണ്ടാവുന്ന? എലോങ്ങേഷൻ കാരണം ഉണ്ടാവുന്ന. കൂടെ ഒരു പെയർ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ 2 കോൺട്രാക്ഷൻ സംഭവിക്കും. F ബീറ്റ മൈനസ് F ബീറ്റ. ക്ലിയർ ആയോ? എലോങ്ങേഷൻ ഉണ്ടാവും, അതാണ് ഈ 1 പ്ലസ് F ആൽഫ. അതിനോടൊപ്പം 2 എന്ത് സംഭവിക്കും? കോൺട്രാക്ഷൻ സംഭവിക്കും. കാരണം എന്തുകൊണ്ടാ? പെയർസ് ഓഫ് ടെൻസൈൽ
ടെൻസൈൽ സ്ട്രെസ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു 1 പ്ലസ്, ഇത് എല്ലാത്തിൽ നിന്ന് ഞാൻ ഒരു ആൽഫ കോമൺ ആക്കി അല്ല എഫ് കോമൺ ആക്കി എടുത്താൽ എന്ത് കിട്ടും എനിക്ക്? എഫ് എടുത്തിട്ട് ബാക്കി ആൽഫ മൈനസ് ബീറ്റ എന്ന് വരത്തില്ലേ? അതായത് എ ബി ഈസ് ഈക്വൽ ടു 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഇതെഴുതാം -2 ബീറ്റ എന്ന് എഴുതാം അല്ലേ? ഇതിന്റെ സൈനും മൈനസ് ആണ്, ഇതിന്റെ മൈനസ് ആണ്. അപ്പൊ ഇതിനെ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ, ബീറ്റ പ്ലസ് ബീറ്റ 2 ബീറ്റ. അപ്പൊ എന്നിട്ട് 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. ക്ലിയർ അല്ലേ? ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാത്തിന്റെയും. ഇതാണ് എ ബി പോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ സൈഡും നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് thus the side ഞാൻ ഇത് വൺ മോർ ടൈം എഴുതുവാണ്. thus the side എ ബി പോലെ തന്നെയാണ്. സിമിലർലി ബാക്കി ആരെടുത്താലും സിമിലർലി നമുക്ക് ആരാണെങ്കിലും പറയാം, ബി എഫും പറയാം ബി സിയും പറയാം, ബി എഫ് ആൻഡ് ബി സി പറയാം, ഏത് വേണമെങ്കിലും പറയാം. ഞാൻ എടുത്തത് എ ബി എടുത്തത്. thus the side AB similarly BF and BC will increase by F alpha. എന്തുകൊണ്ടാണ് എൽഫ ആൽഫ ഇൻക്രീസ് ചെയ്യുന്നത്? അവിടെ എലോങ്ങേഷൻ അല്ലേ, ബ്രാക്കറ്റിൽ എലോങ്ങേഷൻ. ഇനി ഇതിനോടൊപ്പം ആരും ഉണ്ടായിരിക്കും? കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് സൈമൾട്ടേനിയസ്ലി കോൺട്രാക്ട്. എത്ര വട്ടം കോൺട്രാക്ട് ചെയ്യും? 2 പ്രാവശ്യം കോൺട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ബീറ്റ പ്ലസ് എഫ് ബീറ്റ. കാരണം എന്താ? ബ്രാക്കറ്റ് എഴുതിക്കൊള്ളണം, അതർ പെയേഴ്സ് ഓഫ് ടെൻസൈൽ സ്ട്രെസ്. അതർ പെയേഴ്സ് ഓഫ്, ബാക്കി 2 സൈഡ് ഉണ്ട്, ആ സൈഡിന്റെ എന്ത് കാരണം? ടെൻസൈൽ സ്ട്രെസ് കാരണമാണ്. പെയേഴ്സ് ഓഫ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്താ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു, നേരത്തെ ഒന്നുകൂടെ എഴുതാം, എ ബി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആദ്യത്തെ എലോങ്ങേഷൻ, പിന്നെ 2 കോൺട്രാക്ഷൻ, മൈനസ് ബീറ്റ മൈനസ് എഫ് ബീറ്റ. ക്ലിയർ അല്ലേ? സോ എങ്ങനെ എഴുതാം എനിക്കിതിനെ? 1 പ്ലസ് എല്ലാത്തിൽ നിന്നും ഞാൻ ഒരു എഫ് കോമൺ ആക്കി എടുത്താൽ അകത്ത് എന്ത് വരും? ആൽഫ മൈനസ് ബീറ്റ എന്ന് വരും. അതായത് 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ 2 ബീറ്റയാണ്, 2 ഒരേ സൈനാണ്. സോ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ, -2 ബീറ്റ. ഇതാണ് എ ബി കാരണം ഉണ്ടാവുന്നത് അല്ലേ? ഇതുപോലെ നമുക്ക് എന്ത് പറയാം? ബി എഫിന്റെ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. ഇതുപോലെ തന്നെ നമുക്ക് ബി സി ആണെങ്കിലും പറയാം. ബി സി എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. എ ബി കിട്ടി, ബി എഫ് കിട്ടി, എ സി കിട്ടി. ക്ലിയർ അല്ലേ? 3 സെയിം ആയിട്ട് കിട്ടിയില്ല നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ നമുക്കിതിപ്പോ എന്താ കിട്ടിയ? ചേഞ്ച് ആയ ഈ പറഞ്ഞ എലോങ്ങേഷനും കോൺട്രാക്ഷനും കാരണം ചേഞ്ച് ആയപ്പോൾ ഓരോ സൈഡ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഓരോ സൈഡും എലോങ്ങേഷനും അല്ലെങ്കിൽ കോൺട്രാക്ഷനും കാരണം ചേഞ്ച് ആവുമ്പോൾ ഇതിന്റെ വോളിയം പഴയ വോളിയം ആയിരിക്കുമോ? സാധാരണ ഇരുന്ന ഈ ക്യൂബിന്റെ അതേ വോളിയം ആയിരിക്കുമോ? ഇല്ല. നോർമലി ഇരുന്ന ക്യൂബിന് എന്തില്ല? ഈ പറഞ്ഞ ഫോഴ്സ് ഒന്നും ഇല്ല, മര്യാദക്കല്ലേ അതിരുന്നേ. അപ്പൊ അതിനെന്ത് കാണും? ഒരു ഇനിഷ്യൽ ഒരു വോളിയം കാണും. ഇപ്പൊ എന്തായി പോയി? ഇപ്പൊ ഈ ഓരോ സൈഡിന് എലോങ്ങേഷനും ഉണ്ടായി, അതോടൊപ്പം തന്നെ കോൺട്രാക്ഷനും ഉണ്ടായി. സോ എന്ത് സംഭവിക്കണം? അതിന്റെ വോളിയം ചേഞ്ച് ആയില്ലേ? സോ ഇപ്പൊ ഉണ്ടായ വോളിയം ന്യൂ വോളിയം, അല്ലാതെ എന്ത് കാണണം? നേരത്തെ ഒരു പഴയ വോളിയം കാണും. സോ എന്ത് ചെയ്യും? ഞാൻ പുതിയ വോളിയം ആണ്. കാരണം എന്താ പുതിയ വോളിയം പറയാൻ കാരണം എന്താ? എലോങ്ങേഷന് സംഭവിച്ചു, കോൺട്രാക്ഷന് സംഭവിച്ചു, സൈഡ്സ് എല്ലാം മാറി അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ന്യൂ വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം? ഈ എ ബിനെയും ബി എഫിനെയും എഫ് സിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എ ബി ഇൻറ്റു സോറി ഞാൻ നേരെ എഴുതാം. എ ബി ഇൻറ്റു ബി എഫ് ഇൻറ്റു ബി സി
മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? ഇങ്ങോട്ട് എഴുതാണ്, സൈഡ് എഴുതാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാ. ദാറ്റ് ഈസ് 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ ഇൻറ്റു വീണ്ടും എന്ത് തന്നെ 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ ഇൻറ്റു ബി സിയുടെ വാല്യൂ എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ലേ ഓളിയ. ഓളിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്യൂബിന്റെ ഓളി ലെങ്തിന്റെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇവിടെ 3 സെയിമാ. സോ നമുക്ക് എന്ത് കിട്ടും? ഇതേ ഇൻറ്റു ഇത് എ ആണെന്ന് വിചാരിക്കും, ഇതും എ ആണെന്ന് വിചാരിക്കും. വാട്ട് ഈസ് എ ഇൻറ്റു എ ഇൻറ്റു എ ക്യൂബ് അല്ലേ? അപ്പോൾ 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബി ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടൂലേ നമുക്ക്. ദാറ്റ് ഈസ് എന്താ എഴുതാം നമുക്ക്? 1 പ്ലസ് എഫ് ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും ഓളിയ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈനോമിയൽ തിയറം ആണ്. ബൈനോമിയൽ തിയറം വഴി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫ ക്യൂബ്, ബീറ്റ ക്യൂബ്, ആൽഫ സ്ക്വയർ ബീറ്റ അങ്ങനെ കുറേ വാല്യൂ കിട്ടും. ഈ വാല്യൂ എല്ലാം എന്താ? നെഗ്ലിജിബിൾ വാല്യൂ ആണ്. കാരണം സത്യം പറഞ്ഞാൽ ഈ ബീറ്റയും ആൽഫയും ഈ പറഞ്ഞ എലോങ്ങേഷനും കോൺട്രാക്ഷനും ഒക്കെ വളരെ ചെറിയ വാല്യൂ ആണ്, വളരെ കുഞ്ഞു വാല്യൂ ആണ്. അപ്പം അതിൻ്റെ തന്നെ ഈ സ്ക്വയർ എടുക്കുമ്പോഴുള്ള വാല്യൂ എന്തായിരിക്കും? സാധാരണ ഉള്ള വാല്യൂവിനേക്കാളും വീണ്ടും കുറവായിരിക്കും. വിച്ച് മീൻസ് നമുക്ക് ഈ ഹയർ ഓർഡർ വാല്യൂവിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. എന്ത് മാത്രം എടുത്താൽ മതി? നമുക്ക് ഫൈനൽ ആൻസർ ഇത് മാത്രം മതി. ദാറ്റ് ഈസ് 1 പ്ലസ് 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. ഇത് മാത്രം മതി. ഇതാണ് ന്യൂ വോളിയം. 1 പ്ലസ് 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. ഇതാണ് ന്യൂ വോളിയം. ഓക്കെ അല്ലേ? ഇവിടെ എന്തുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വാല്യൂ എഴുതാന്ന് വെച്ചാൽ ഇവിടുത്തെ ആൽഫ ക്യൂബ് ആണെങ്കിലും ബീറ്റ ക്യൂബ് ആണെങ്കിലും ആൽഫ സ്ക്വയർ ബീറ്റ ആണെങ്കിലും ഇതെല്ലാം നെഗ്ലിജിബിൾ ആണ്. കാരണം ബ്രാക്കറ്റ് എഴുതിക്കാം, ഹയർ ഓർഡർ വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ നെഗ്ലിജിബിൾ. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് കിട്ടി? പുതിയ വോളിയം കിട്ടിയില്ലേ? ന്യൂ വോളിയം എന്താ കിട്ടിയ? ന്യൂ വോളിയം 3f ഇൻറ്റു 1 പ്ലസ് അല്ലേ? 1 പ്ലസ് 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ എന്ന് കിട്ടും. ഇതാണ് ന്യൂ വോളിയം. ഞാൻ ഇനി ചേഞ്ച് ഇൻ വോളിയം കാണണം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്യൂബിന് ആദ്യം ഈ എലോങ്ങേഷനും കോൺട്രാക്ഷനും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു വോളിയം കാണുമല്ലോ, ആ വോളിയം, അതായത് ന്യൂ വോളിയത്തിൽ നിന്ന് ആ ഇനിഷ്യൽ വോളിയം കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ ഈ ഫൈനൽ വോളിയത്തിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ഇനിഷ്യൽ വോളിയം കുറച്ചാൽ പോരെ? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം. Change in volume is equal to final volume minus initial volume. അല്ലേ? What is the final volume? ഇതാ നടക്കുന്നു ഫൈനൽ വോളിയം. എന്താ എഴുതാം? 1 പ്ലസ് 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. വാട്ട് ഈസ് ഇനിഷ്യൽ വോളിയം? നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പഠിച്ചു. റെപ്രസെൻസ് എ ക്യൂബ് ഓഫ് യൂണിറ്റ് സൈഡ്. ഓരോ സൈഡും യൂണിറ്റ് എന്നാ പറഞ്ഞത്. അതായത് അതിന്റെ വാല്യൂ 1 എന്നാ. ഓരോ സൈഡിന്റെ വാല്യൂ എത്ര എന്നാ പഠിച്ചത്? 1 എന്നാ. ലെങ്തും 1 മീറ്റർ, ബ്രെഡ്ത്തും 1 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദ ഇനിഷ്യൽ വോളിയം? ഇനിഷ്യൽ വോളിയം IV ഈസ് ഈക്വൽ ടു ലെങ്ത് 1 മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് 1 മീറ്റർ ഇൻറ്റു ഹൈറ്റ് 1 മീറ്റർ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 ക്യൂബ്, ദാറ്റ് ഈസ് 1 എന്ന് തന്നെ കിട്ടും. അപ്പോൾ എത്രയാണ് ഇനിഷ്യൽ വോളിയം? 1. ഈ പ്ലസ് 1ഉം ഈ മൈനസ് 1ഉം ക്യാൻസൽ ആയി പോവോ? അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എത്രയെന്ന് കിട്ടി? ചേഞ്ച് ഇൻ വോളിയം വി ഗെറ്റ് 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ എന്ന് കിട്ടി. ഇതല്ലേ ചേഞ്ച് ഇൻ വോളിയം? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇത് ചെയ്യുന്ന വോളിയം സ്ട്രെയിൻ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് വോളിയം സ്ട്രെയിൻ? വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം, ദാറ്റ് ഈസ് ഡെൽറ്റ വി ബൈ വി എന്നല്ലേ അർത്ഥം. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം എത്ര കിട്ടി? ചേഞ്ച് ഇൻ വോളിയം 3f ഇൻറ്റു
അതായത് ഡെൽറ്റ വി ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വോളിയം കിട്ടി നമുക്കിപ്പോൾ 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ. ഇത് ഒറിജിനൽ വോളിയം. വാട്ട് ഇസ് ഒറിജിനൽ വോളിയം? ഒറിജിനൽ വോളിയം 1 ആയിരുന്നു അല്ലേ? അത് ഇനിഷ്യൽ വോളിയം വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് എഗൈൻ നമുക്ക് എന്ത് കിട്ടും? വോളിയം സ്ട്രെയിൻ ഇതെന്ന് കിട്ടും 3f ഇൻറ്റു ആൽഫ മൈനസ് 2 ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നും എന്തിന് ഞാനിപ്പോൾ വോളിയം സ്ട്രെയിൻ കണ്ടുപിടിച്ചു? വൈ ഐ ഫൗണ്ട് ദ വാല്യൂ ഓഫ് വോളിയം സ്ട്രെയിൻ? ബിക്കോസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ബൾക്ക് മോഡുലസാണ്. ബൾക്ക് മോഡുലസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. I have to find the value of bulk modulus. What is bulk modulus? Bulk modulus K എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഒന്നുകൂടെ ഞാൻ എഴുതുന്നു. വാട്ട് ഈസ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഹോൾ ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. അല്ലെ? വാട്ട് ഈസ് എ നോർമൽ സ്ട്രെസ് ഹിയർ? ഇവിടുത്തെ നോർമൽ സ്ട്രെസ് എത്രയാ? എഫ് അല്ലേ? എല്ലായിടത്തും ആക്ട് ചെയ്ത നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയായിരുന്നു? എഫ് അല്ലേ? ഇവിടത്തെ എഫ്, ഈ ഫേസിന്റെ എഫ്, ഇവിടത്തെ എഫ്, എല്ലാത്തിന്റെ എഫ് തന്നെയാ അല്ലേ? ഇതിൻ്റെത് എഫ്, ഇതിൻ്റെത് എഫ്, എല്ലാത്തിന്റെ എഫ് അല്ലേ? ഓരോ ഫേസിൽ നിന്നും ആക്ട് ചെയ്ത നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാ? എഫ് ആ. സോ വി ക്യാൻ പുട്ട് ദ വാല്യൂ എഫ്. നോർമൽ സ്ട്രെസ് ഈസ് എഫ് divided by what is volumetric strain? ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. What is volumetric strain? 3f into alpha minus 2 beta. That is 3f into alpha minus 2 beta. ഈ എഫും ഈ എഫും ക്യാൻസൽ ആയി പോകും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് ബൾക്ക് മോഡുലസ് K അല്ലേ? യെസ്, we got the value K is equal to 1/3 into alpha minus 2 beta എന്ന് കിട്ടും. K is equal to 1/3 into alpha minus 2 beta എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്നും ഞാനൊരു ആൽഫ കോമൺ ആക്കി എടുത്താലോ? I'm taking an alpha common here. അതായത് ഇവിടെ ഒരു ആൽഫ ഞാൻ എടുത്തു. ഞാൻ ഇങ്ങനെ എഴുതി 1/3 ആൽഫ കോമൺ ആക്കി എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആൽഫ എടുത്താൽ പിന്നെ ഇവിടെ 1 അല്ലേ ഉള്ളൂ മിച്ചം. ഇവിടുന്ന് ആൽഫ എടുത്തല്ല ഞാൻ. സോ 1 - 2. ഇവിടുന്ന് ആൽഫ എടുക്കുക മീൻസ് ബീറ്റയുടെ താഴെ എന്തുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തെന്ന് അർത്ഥം? ഒരു ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് അർത്ഥം അല്ലേ? ഈ ആൽഫ നേരെ മുകളിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? K is equal to ഈ ആൽഫ അങ്ങ് മുകളിൽ കൊണ്ടുപോകുമ്പോൾ അത് ഡിവൈഡ് ആവും. ദാറ്റ് ഈസ് 1/alpha എന്നാവും. താഴെ എന്ത് വരും? 3 into ഈ 1 - 2 ബീറ്റ ബൈ ആൽഫ എന്ന് വരും. 1 - 2 into ബീറ്റ ബൈ ആൽഫ എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് സംശയമുള്ള ആൾക്കാർ കാണും. ഞാനത് ഒന്നുകൂടെ മുകളിൽ എഴുതരാം. ഇവിടെ എഴുതാം, ടോപ്പിൽ എഴുതാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 3α - 2 ബീറ്റയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇത് എല്ലാത്തിൽ നിന്നും ആൽഫ കോമൺ ആക്കി പുറമേ എടുത്തു. വിച്ച് മീൻസ് ഒരു ആൽഫ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു ആൽഫ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു എന്ന് അർത്ഥം. സോ ഇവിടെ ഒരു ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 3α. അകത്ത് എന്ത് ചെയ്യണം? ഞാൻ ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൽഫ ബൈ ആൽഫ മൈനസ് 2 ബീറ്റ ബൈ ആൽഫ. ഇതാണ് ചെയ്തത്. സോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 3α. വാട്ട് ഈസ് ആൽഫ ബൈ ആൽഫ? 1 - 2 ബീറ്റ ബൈ ആൽഫ എന്ന് കിട്ടും. ഇതാണ് ഇവിടെ കിട്ടിയത്. ഇനി ഇവിടെ കിട്ടിയ ആൽഫ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. സോ 1/α ഡിവൈഡഡ് ബൈ 3 - 1 - 2 ബീറ്റ ബൈ ആൽഫ എന്ന് കിട്ടി. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ആൽഫ? ദർ ഇസ് എ റിലേഷൻ. ഞാൻ ഇതിന് മുന്നേ ക്ലാസ് പറഞ്ഞു തന്നെയാണ്. കാണാത്തവരാണെങ്കിൽ കാണുക. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 1/α. കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് യങ്സ് മോഡുലസ്? 1/α ആണ് യങ്സ് മോഡുലസ് അല്ലേ? ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. വാട്ട് ഈസ് ബീറ്റ ബൈ ആൽഫ? ബീറ്റ ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയ്സൺസ് റേഷ്യോ. ഇറ്റ് ഈസ് ദ പോയ്സൺസ് റേഷ്യോ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ എനിക്ക് ചേഞ്ച് ചെയ്യാം?
ഈ മുകളിൽ കിടക്കുന്ന ഈ ഇക്വേഷനെ ഐ ക്യാൻ ചേഞ്ച് ഇൻ ടു അനദർ ഫോം, ദാറ്റ് ഈസ് ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു ഈ 1/ആൽഫയ്ക്ക് പകരം ഞാൻ ആര് കൊടുത്തു, y കൊടുത്തു, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 മൈനസ് 2 വാട്ട് ഈസ് ബീറ്റ ബൈ ആൽഫ, ബീറ്റ ബൈ ആൽഫയുടെ വാല്യൂ സിഗ്മ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് റിലേഷൻ കിട്ടി, കെ ഇസ് ഈക്വൽ ടു y by 3 into 1 minus 2 sigma. ഇതാണ് the relationship between bulk modulus, Young's modulus and Poisson's ratio. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ y ഇങ്ങനെ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് y? ഇത്ര അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി അല്ലേ? ദാറ്റ് ഈസ് k ഇൻറ്റു 3 ഇൻറ്റു 1 മൈനസ് 2 സിഗ്മ എന്ന് കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 3k into 1 minus 2 sigma k is y is equal to. ഇതാണ് ഇക്വേഷൻ. ഇതും നമുക്ക് എങ്ങനെയാണെങ്കിലും പറയാം, ഏത് പറഞ്ഞാലും ശരി തന്നെയാണ്. ഇതും പറയാം, ഇതും പറയാം. സോ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് പോയ്സൺസ് റേഷ്യോ. വൈയുടെയും കെയുടെയും സിഗ്മയുടെയും പരസ്പരമുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത് പറഞ്ഞ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ y, k ആൻഡ് ആൽഫ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? പക്കയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ എവിടെ ചോദിക്കാം? ടെലഗ്രാം ചാനലിൽ ചോദിക്കാം. ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്.